ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? ഇതാ നമുക്ക് നോക്കാം. ഈ രാഷ്ട്രീയക്കാരന് ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? ഞാനൊരു പാപിയായ മനുഷ്യൻ, പാപത്തിന്റെ ഭാരവും പേറി അലഞ്ഞു തിരിയുന്ന ഒരു പാവം മനുഷ്യനാണ് സ്നേഹിക്കുന്ന പാവം മനുഷ്യൻ. എന്റെ ഈ പാപത്തിന്റെ ഭാരം ഒന്ന് മാറ്റി വരക്കി കഴിയുമോ? അകറ്റി കഴിയുമോ? ഞാൻ ചെയ്യാം. ഇതാ ആ മനുഷ്യനും പരാജയപ്പെട്ട് പിന്മാറുകയാണ്. നോക്കൂ സ്നേഹിതരെ, രാഷ്ട്രീയത്തിലെ പരമോന്നതൻ എന്നറിയപ്പെടുന്ന ഈ രാഷ്ട്രീയക്കാരന് പോലും ഈ പാപിയുടെ മോചനത്തിന് ഒരു മോചനം കൊടുക്കാൻ കഴിഞ്ഞില്ല. പാപിയുടെ ചുമലിലുള്ള ആ പാപത്തിന്റെ ഭാരം മാറ്റാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയി. ഇനി ആർക്കെങ്കിലും ഈ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? ഇതാ പുരോഹിതനായ ഒരു മനുഷ്യൻ പാപിയുടെ അടുത്തേക്ക് കടന്നു വരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയിൽ നൈപുണ്യം തികഞ്ഞ വാഗ്മി, സദാ ജനങ്ങളെ മുഴുവൻ തന്റെ വാക്ചാതുര്യം കൊണ്ട് നിലക്കി നിർത്താൻ കഴിവുള്ളവരെന്നൊക്കെ ജനങ്ങൾ വാനോളം വാഴ്ത്തി പാടുന്ന ഒരു മഹാപുരോഹിതൻ ഇതാ കടന്നു വരികയാണ്. ഈ പുരോഹിതനെങ്കിലും ഈ പാപത്തിന്റെ ഭാരവും പേര് നടക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? പാപവും പേര് നടക്കുന്ന ഒരു മനുഷ്യൻ, എനിക്ക് ഈ പാപത്തിന്റെ ഭാരം താങ്ങാൻ കഴിയുന്നില്ല. എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. കരയാതെ ശ്രമിക്കാൻ എന്നെ ഒന്ന് രക്ഷിക്കൂ. ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായിട്ടുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. സമക്കലരോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അകമേ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞ മഹാപുരോഹിതന് ഈ പാപിയായ മനുഷ്യന്റെ ഭാരം നീക്കുവാൻ കഴിഞ്ഞില്ല. ഇനി ആർക്കെങ്കിലും ഈ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും? മദ്യപാനിയായ ഒരു മനുഷ്യൻ പാപിയുടെ അടുത്തേക്ക് കടന്നു വരും. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യൻ ഇതാ കടന്നു വരികയാണ്. ലോകത്തിന്റെ മോഹങ്ങളിൽ വിറഞ്ഞോടി ലൗകിക സുഖങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ, മദ്യവെച്ച് മതോന്മത്തനായി ലോകം മുഴുവനും തന്റെ കാൽ കീഴാണെന്ന് സ്വയം അഹങ്കരിച്ച് ലോകത്തിന്റെ സുഖങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇതാ കടന്നു വരികയാണ്. ഈ മനുഷ്യനെങ്കിലും ഈ പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം മാറ്റാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്നെ ഒന്ന് രക്ഷിക്കൂ. നോക്കൂ സ്നേഹിതരെ, ആ മനുഷ്യനും പരാജയപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ ലൗകിക സുഖങ്ങൾക്കോ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒരിക്കലും ഈ പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം മാറ്റാൻ കഴിയുകയില്ല. ഇതാ വേറൊരു മനുഷ്യൻ കടന്നു വരുന്നു.
വെള്ളോടിന് സദൃശ്യമായ കാലുകളോട് കൂടിയവൻ, മാറത്ത് പൊൻകച്ചി അണിഞ്ഞവൻ, പെരുവെള്ളത്തിന്റെ എറിച്ചൽ പോലെ ശബ്ദമുള്ളവൻ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നവൻ, വനങ്ങളെ തോലുരിക്കുന്നവൻ, സമുദ്രത്തെ തന്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ, അവനാ നസ്രായൻ കടന്നു വരികയാണ്. പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുത്ത് മാനവരാശിയുടെ പാപപരിഹാരത്തിനായി സ്വന്തം രക്തം കാൽവറിയിൽ ചീന്തിയ നസ്രായനായ യേശു കടന്നു വരികയാണ്. ആ യേശുവിന് പാപത്തിന്റെ ഭാരവും ചുമലിലേറ്റി നടക്കുന്ന ആ മനുഷ്യന്റെ പാപഭാരം മാറ്റുവാൻ കഴിയുമോ? ഒത്തിരി പേര് പരിശ്രമിച്ചു, ഒത്തിരി പേരെ തള്ളിക്കളഞ്ഞു, എന്റെ സ്നേഹിതരെ തള്ളിക്കളഞ്ഞു. പാപത്തിന് ഭാരം മാറ്റാൻ കഴിയുമോ? നോക്കൂ സ്നേഹിതരെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവിന് മാത്രമേ നമ്മുടെ പാപക്കറകൾ നീക്കുവാൻ കഴിയുകയുള്ളൂ. നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലും വെളുപ്പാൻ കഴിവുള്ള കർത്താവിന്റെ സന്നിധിയിൽ സർവ്വവും സമർപ്പിച്ചുകൊണ്ട് അവനായി ജീവിക്കൂ. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ. ആമേൻ.